നമ്മൾ മാധ്യമപ്രവർത്തകർ എപ്പോഴും നേരിടുന്നൊരു പ്രതിസന്ധിയാണ് നമ്മൾ ന്യായമായൊരു വാർത്ത റിപ്പോർട്ട് ചെയ്താലും പലപ്പോഴും നീതിരഹിതമല്ലാത്ത രീതിയിൽ നമ്മുടെ പേരിൽ കേസെടുക്കുക എന്നുള്ളത്. അതിലൊന്നായിരുന്നു ഈ പത്രസമ്മേളനം റിപ്പോർട്ട് ചെയ്യാൻ പോയാൽ അതിൻ്റെ പേരിലും കേസ് കൊടുക്കുക എന്നുള്ളത്. നമ്മൾ ഒരാൾ നടത്തുന്ന പത്രസമ്മേളനം നമ്മൾ കൊടുക്കുന്നു, അതിൻ്റെ പേരിൽ ആ മാധ്യമപ്രവർത്തകൻ്റെ പേരിൽ കേസെടുക്കുക എന്നുള്ളത് നമുക്ക് ശരിക്കും പറഞ്ഞാൽ ഒരു ജനാധിപത്യ രാജ്യത്തിന് ഒരിക്കലും ചേർന്ന പരിപാടിയല്ല ഇവിടെ ഉണ്ടായിരുന്നത്. അതിലിപ്പോൾ ഹൈക്കോടതി വളരെ ശക്തമായ അക്കാര്യത്തിൽ ഇടപെട്ടിരിക്കുകയാണ്. അതായത് നമ്മുടെ നാട്ടുകാർക്കറിയാൻ പറ്റാത്ത ഒരു കാര്യമാണ്. ഒന്നാമത്തെ കാര്യം, ഈ മാധ്യമ വാർത്തകൾക്കെതിരെ പോലീസിന് ക്രിമിനൽ കേസോ ഒന്നും എടുക്കാനുള്ള അധികാരവുമില്ല, അതൊട്ടും നിലനിൽക്കത്തില്ല. അതിന് ഇവർ ചില കുറുക്ക് വഴികൾ കാണിക്കും. ഇപ്പോൾ ഇതൊരു കേസ് ഒരു സ്ത്രീക്കെതിരെയാണെങ്കിൽ സ്ത്രീയുടെ സ്ത്രീത്വത്തെ ചോദ്യം ചെയ്തു എന്ന് പറഞ്ഞ് ഒരു കള്ളക്കേസ് എടുത്ത് അങ്ങ് റിമാൻഡ് ചെയ്യും, പിടിച്ച് കൊണ്ടുപോയി റിമാൻഡ് ചെയ്യും. ഇനി അതല്ലെങ്കിൽ കലാപാഹ്വാനം, മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെ ഒരു വാർത്തയാണെങ്കിൽ സർക്കാരിന്റെ കാലത്ത് എല്ലാവരുടെയും പേരിൽ മാധ്യമപ്രവർത്തകരുടെ പേരിൽ കലാപാഹ്വാനം സ്ത്രീത്വത്തെ എന്ന് പറഞ്ഞിട്ട് അങ്ങനിട്ട് പോലീസിന്റെ ഒരു കേസെടുക്കും. മിക്ക കോടതികളിലും ഈ പ്രതികളെയുമായിട്ട് ചെല്ലുന്നുണ്ടെങ്കിൽ കോടതി എന്തോ ചെയ്യും, ജാമ്യം കൊടുത്തു വിടും. ജാമ്യം കൊടുത്തു വിട്ട് കഴിഞ്ഞാൽ പിന്നെ പോലീസിന് ചെയ്യാനുള്ള ഒറ്റ മാർഗ്ഗമേ ഉള്ളൂ, ഈ കേസ് റെഫർ ചെയ്യുക എന്നുള്ള ഒറ്റ കാര്യമേ. അത് അവർക്കും അറിയാം, പക്ഷേ മനുഷ്യനെ മനഃപൂർവ്വം മെനക്കെടുപ്പിക്കാനും ബുദ്ധിമുട്ടിക്കാനും വേണ്ടി ചെയ്യുന്ന പരിപാടിയാണല്ലോ. എന്താണ് ഈ സൈബർ കേസുകളുടെ ഗതി എന്ന് ചോദിച്ചാൽ ഇതൊക്കെ തന്നെയാണ്. സൈബർ നിയമത്തിൽ നമ്മളിപ്പോൾ സോഷ്യൽ മീഡിയയിലൂടെ അപകീർത്തിപ്പെടുത്തിയാൽ അപകീർത്തി എന്ന് പറയുന്ന ആ ഒരു സെക്ഷൻ്റെ പരിധിയിലാണ് വരുന്നത്. അപ്പോൾ എന്താണ് ഇവർ ചെയ്യേണ്ടത്? ഇവർ നേരെ ഇപ്പം നമ്മളൊരു വാർത്ത കൊടുത്തു, അത് അവർക്ക് അപകീർത്തിയാണെന്ന് തോന്നിയാൽ അവർ നേരെ നമുക്ക് വക്കീൽ നോട്ടീസ് അയച്ച് വാർത്ത തിരുത്താൻ ആവശ്യപ്പെടാം. എന്നിട്ട് നമ്മൾ തിരുത്തുന്നില്ലെങ്കിൽ അവർക്ക് നേരെ കോടതിയെ സമീപിച്ച് നമുക്കെതിരെ സിവിലായും ക്രിമിനലായും ഇത്ര രൂപ നഷ്ടപരിഹാരം ചോദിച്ചുകൊണ്ട് മാനനഷ്ട കേസ് ഫയൽ ചെയ്യാം. അത് പിന്നീട് കോടതിയിൽ ഇങ്ങനെ പോവും. ഇതിനകത്ത് അവസാനം വസ്തുതകളും വിവരങ്ങളും ഒക്കെ പരിശോധിച്ച് നമ്മൾ റിപ്പോർട്ട് ചെയ്ത് എന്തിൻ്റെ അടിസ്ഥാനത്തിലാണോ അത് വെച്ചിട്ടാണ് കോടതി അതിനകത്ത് വിധി പറയുക. മിക്കവാറും അപകീർത്തി കേസുകൾ എനിക്ക് തോന്നുന്നു ഏറിയ കൂറും തള്ളിപ്പോവുകയാണ് ചെയ്യുന്നത്. ചിലതൊക്കെ ശിക്ഷിക്കാറുമുണ്ട്. നമ്മളെ കോടതി വെറുതെ നടക്കാമെന്നുള്ളതല്ലാതെ വേറെ കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ ഇതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഭവമായിരുന്നു ഇൻ്റർവ്യൂകളിലും അതുപോലെ തന്നെ പത്രസമ്മേളനങ്ങളിലും ഒക്കെ ചില ആൾക്കാർ അപകീർത്തികരമായ പരാമർശം നടത്തും മറ്റൊരാൾക്കെതിരെ. ആ അപകീർത്തികരമായ പരാമർശം ഇപ്പോൾ ഇന്നത്തെ കാലത്ത് എന്തായാലും അത് വരും. എന്താണെന്ന് ചോദിച്ചാൽ മിക്ക പത്രസമ്മേളനങ്ങളും പ്രമുഖരാണ് നടത്തുന്നതെങ്കിൽ അത് ലൈവായിട്ടായിരിക്കും. ഇത് ലൈവ് പോകുമ്പോഴേ പല ആൾക്കാരും ഇത് കട്ട് ചെയ്ത് അറിയില്ല, ഇത് കട്ട് ചെയ്ത് കൈവെക്കും. ഇനിയും നമ്മൾ ഈ ലൈവ് കഴിഞ്ഞതിന് ശേഷം ഒരുപക്ഷെ നമുക്ക് തോന്നുന്നു ഈ വാർത്ത ശരിയല്ലായിരുന്നു എന്ന് തോന്നിയാൽ ഒരുപക്ഷെ നമ്മൾ പിന്നീട് ഒന്നുകിൽ മാറ്റും, അല്ലെങ്കിൽ പിന്നെ കട്ട് ചെയ്ത് കളയും. അപ്പം അതാണ് സംഭവിക്കുന്നത്. അപ്പോൾ അങ്ങനെയുള്ള കേസ് കിട്ടി. പണ്ട് ഇതുപോലെ പത്രസമ്മേളനം റിപ്പോർട്ട് ചെയ്തതിൻ്റെ പേരിൽ ഒരുപാട് പത്രസ്ഥാപനങ്ങൾക്ക് കോടതി കയറി ഇറങ്ങേണ്ടി വന്നിട്ടുണ്ട്. അന്ന് പല മാധ്യമ മുതലാളിമാരെയും റിപ്പോർട്ടർമാരെയും വിളിച്ചു വരുത്തി കോടതി ശാസിക്കുകയും ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്കിത് എന്തുകൊണ്ട് ഇതാണെന്ന് അറിഞ്ഞുകൂടെ എന്നുള്ളത് വെച്ചിട്ട്. അപ്പം എല്ലാവരും എന്തുകൊണ്ടാണ് കൊടുക്കുന്നത്? എല്ലാ പത്രങ്ങളും ഇത് കൊടുക്കും. ഇപ്പം നിലവിൽ കുറേ കാലമായിട്ട് ചില പത്രങ്ങൾ ഈ വാർത്താ സമ്മേളനത്തിൽ ഇത്ര അപകീർത്തികരമായ പരാമർശങ്ങൾ വന്നാൽ ചിലരൊക്കെ ഒഴിവാക്കി വിടും. എന്നാൽ മിക്കവരും കൊടുക്കും. എന്താണെന്ന് ചോദിച്ചാൽ വാർത്താ സമ്മേളനം നടത്തി അവർ പറഞ്ഞതാണ്. ഇനി ചിലർ എന്ത് ചെയ്യും, ഈ വാർത്താ സമ്മേളനം നടത്തി ഇപ്പോൾ ഒരാൾക്കെതിരെ ഒരു പരാമർശം ഒരാൾ നടത്തുന്നു, നമ്മൾ ഉടനെ തന്നെ എതിർകക്ഷിയെ ബന്ധപ്പെടും. എന്താണ് ഇതിനകത്ത് നിങ്ങൾക്ക് പറയാനുള്ളത്? സ്വാഭാവികമായിട്ടും അവരെന്താണ് പറയുന്നത്? അവരത് നിഷേധിക്കും. ആ നിഷേധക്കുറിപ്പും കൊടുക്കും. ഈ നിഷേധക്കുറിപ്പ് കൊടുത്താലും നമുക്കെതിരെ പിന്നെ കേസുമായിട്ട് പോകുന്ന ആൾക്കാരുണ്ട്. ഇപ്പോൾ ഇന്നലെ കോടതി പറഞ്ഞിരിക്കുന്ന വാർത്താ സമ്മേളനം റിപ്പോർട്ട് ചെയ്തതിനെ അപകീർത്തികരമായി കാണാൻ സാധിക്കില്ല. അതായത് വാർത്താ സമ്മേളനത്തിൽ ഇന്നയാൾ ഇന്നത് പറയുമെന്ന് നമുക്ക് മുൻകൂട്ടി അറിയാൻ സാധിക്കത്തില്ല. അതാണ് അത്. ഏഷ്യാനെറ്റ് ന്യൂസാണ് ഇപ്പോൾ അതിനകത്ത് കേസ് കൊടുത്തത്. അവർക്കെതിരെ എടുത്ത കേസ് സർക്കാരിന്റെ കാലത്ത് ഏഷ്യാനെറ്റിനെതിരെ നമുക്കെതിരെയാണ് ഒരു ഏറ്റവും കേസ് എടുത്തത്. അതെ. അപ്പോൾ മിക്ക സംഭവം ഇനിയിപ്പം അപകീർത്തി നിലനിൽക്കുന്നത് എങ്ങനെയാണ്? ഈ പറയുന്ന ഇപ്പം യൂട്യൂബർമാർ ഒരുപാട് പേരുണ്ട്. അതിന് ഫേസ്ബുക്കിൽ വന്ന് സ്വയമായിട്ട് വീഡിയോ ഇടുന്ന ആൾക്കാർ, തെറി പറയുന്ന ആൾക്കാർ, പച്ചത്തെറി വിളിക്കുന്ന ആൾക്കാരുണ്ട്. എത്രയോ പേര് ഈ യൂട്യൂബിലും ഫേസ്ബുക്കിലും വന്ന് വേറൊരാളെക്കുറിച്ച് വളരെ മോശമായിട്ടും പച്ചത്തെറിയും വിളിച്ച് പോകുന്ന ആൾക്കാർ. മിക്ക ആൾക്കാരും എന്താണ് ഇതിനകത്ത് ചെയ്യുന്നത്? ഇതിനകത്ത് മിക്ക ആൾക്കാരും പരാതിയൊന്നും കൊടുക്കാൻ പോകാറില്ല. കാരണം ഇത് കൊടുക്കാൻ പോയ ഒരു വലിയ പണിയാണ്. ഇപ്പം നമുക്കെതിരെ ഒരാളൊരു അപകീർത്തി പരാമർശം നടത്തിയെന്ന് വിചാരിക്കും, നമ്മൾ അതിൻ്റെ പിന്നാലെ കേസുമായിട്ട് പോയാൽ അത് തീർന്നു വരാൻ വർഷങ്ങളെടുക്കും. അത് മാത്രമല്ല, ഇതിനിടയ്ക്കിടയ്ക്കെല്ലാം നമ്മൾ
ഈ വിളി അല്ല, കേൾക്കുന്നത്. ഇതാണ് ഇവരുടെ ലക്ഷ്യം, നമ്മളെ ബുദ്ധിമുട്ടിക്കുക എന്നുള്ളത് തന്നെയാണ് ഇവരുടെ ലക്ഷ്യം. ഇവർക്ക് തന്നെ അറിയാം ഇത് കേസൊന്നും നിൽക്കാൻ പോകുന്നില്ല എന്നുള്ളത്, ബുദ്ധിമുട്ടിക്കുക. ഇപ്പം നമുക്കറിയാം ആ സോളാർ കേസിൻ്റെ സമയത്ത് സരിത എന്ന് പറയുന്ന സ്ത്രീക്കെതിരെ എന്തൊക്കെ വാർത്തകൾ വന്നു. ഒടുവിൽ അവർ ഇരയായി കഴിഞ്ഞപ്പോഴാണ് അവരുടെ പേര് ആൾക്കാർ ഒഴിവാക്കി. പക്ഷെ അത് വലിയ കോമഡിയായി മാറി. ഇന്ന ആളാണെന്നുള്ളത് എല്ലാവർക്കും അറിയാം. പിന്നെ ഇനി ഇത് പറഞ്ഞിട്ട് കാര്യമില്ല, ഇത് ഇരയാണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. വല്ല കാര്യമുണ്ടോ? ഒരു കാര്യവുമില്ല. അതിനു മുമ്പ് പക്ഷേ അപ്പോഴും വേറെ ഒരു വിഷയം വരുന്നു. സോളാർ കേസ് വരുമ്പോൾ ഇവരുടെ പേര് പറയുകയും ഈ പറയുന്ന ലൈംഗിക പീഡന കേസ് വരുമ്പോൾ ഇവരുടെ പേര് ഒഴിവാക്കി നിർത്തുകയും. അതുപോലെ തന്നെയാണ് നമ്മളിപ്പോൾ നമ്മളിവിടെ നമ്മളെ സമീപിക്കുന്ന ചില വാർത്തകൾ സംഭവിക്കുന്ന ഒരു കാര്യമാണ്. ചില സ്ത്രീകൾ സ്ത്രീ കുറ്റവാളികളായിട്ടുള്ള ആളുകൾ ഒരാളിനെ പറ്റിക്കുക, പൈസ തട്ടിക്കുക ചെയ്തതിന് ശേഷം അയാളുടെ പേരിൽ ഈ തിരിച്ച് പീഡന കേസ് കൊടുക്കും. അപ്പോൾ നമുക്കൊരിക്കലും ഇവരെ പേര് കൊടുക്കാൻ പറ്റില്ല, കാരണം ഇവർ ഇരയാണ്. ഈ കഴിഞ്ഞ ദിവസം ഇവിടെ ഇതുപോലെ ഒരാൾ സംഭവിച്ചു. ഒരുപാട് 2 കോടി രൂപയോ മറ്റോ അല്ല, ഒരുപാട് പേരെ പറ്റിച്ച ഒരു സ്ത്രീ ആ സ്ത്രീ കഴിഞ്ഞിടയ്ക്ക് അറസ്റ്റിലാകുന്നു. അത് വലിയ വാർത്തയൊക്കെ ആകുന്നുണ്ട്. അപ്പോൾ ഇവർ ഒരേ സമയം 2 or 3 പേരെ കല്യാണം കഴിച്ചിട്ടുണ്ട്. അതിലൊരാൾ വന്ന് നമ്മളോട് പറയുകയാണ്, ഒരു 3 കോടി രൂപ എൻ്റെ കൊണ്ടുപോയിട്ടുണ്ട്, എനിക്കെതിരെ ഭീഷണി മുഴക്കിയിട്ടുണ്ട്. അപ്പം അവസാനം നമ്മൾ പറഞ്ഞു ശരി ഇദ്ദേഹത്തിൻ്റെ ഇൻ്റർവ്യൂ എടുത്ത് കൊടുക്കാം എന്ന് പറഞ്ഞു. ഇദ്ദേഹത്തിന് പറയാനുള്ളത് പറഞ്ഞാൽ ഈ സ്ത്രീയെ വേറൊരു തട്ടിപ്പ് കേസിൽ അറസ്റ്റ് ചെയ്ത് അപ്പം തന്നെ ജാമ്യത്തിൽ വിടുകയും ചെയ്തു. അപ്പം നമ്മളിത് പരിശോധിച്ചപ്പോൾ ഒരു പ്രശ്നമുണ്ട്. ഇയാൾക്കെതിരെ തന്നെ ഒരു പീഡന പരാതി കൊടുത്തിട്ടുണ്ട്. ആ കേസിലെ ഇരയാണ് ഇവർ. അപ്പോൾ പിന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഒന്നും ചെയ്യാൻ പറ്റില്ല. അപ്പോൾ പിന്നെ നമ്മൾ ഇനിയിപ്പോൾ പറയാൻ പോകുമ്പോൾ ഇയാളെ എടുത്ത് വെച്ചിട്ട് നമുക്ക് ചെയ്യാൻ പറ്റില്ല. കാരണം അവർ ഒരു ലൈംഗിക പീഡന കേസിലെ ഇരയാണ്. അത് അവരുടെ ബുദ്ധിപൂർവമായ നീക്കമായിരുന്നു. ഇയാൾ പ്രതികരിക്കുമെന്ന് തോന്നിയോണ്ടാവും ഇയാൾക്കെതിരെ കൊണ്ട് കേസ് കൊടുത്ത് അയാൾക്കെതിരെ FIR ഇടിച്ച് കൈവച്ച്. അല്ല, എപ്പോഴും ഇത്തരത്തിലുള്ള ക്രിമിനൽ പശ്ചാത്തലമുള്ള ആളുകൾ അവരെ നിയമോപദേശം കൊടുക്കാനൊക്കെ അവർക്ക് ആളുണ്ടാവും. അത് വളരെ കൃത്യമായി തന്നെ മുന്നോട്ട് നീങ്ങുന്നു. നമുക്കൊന്നും ചെയ്യാൻ പറ്റാത്ത രീതിയിലേക്ക് ഇവർ നമ്മളെ കൊണ്ടുപോയിപ്പെടുത്തും. ഏതായാലും ഇത് നമ്മുടെ കോടതികൾ ഇത്തരം നിയമപരമായ കാര്യങ്ങളിലൊക്കെ തന്നെ കാലോചിതമായ മാറ്റങ്ങൾ വരുത്തുമെന്ന് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. കഴിഞ്ഞ ദിവസത്തെ ഈ ഹൈക്കോടതിയുടെ ഉത്തരവ് വളരെ പ്രധാനപ്പെട്ടതാണ്. മാധ്യമങ്ങളെ സംബന്ധിച്ചിടത്തോളം വളരെ ആശ്വാസകരമായ ഒരു കാര്യമാണ്. മാധ്യമങ്ങളെ സംബന്ധിച്ചിടത്തോളം മാത്രമല്ല, ഇത് പൊതുജനങ്ങളെ സംബന്ധിച്ചിടത്തോളം, നിയമ വിദഗ്ധരെ സംബന്ധിച്ചിടത്തോളവും അതൊരു ചർച്ചയ്ക്കുള്ള ഒരു കാര്യമായിട്ടത് മാറും. ഇന്നത്തെ കാലത്ത് പണ്ടൊന്നും ഒരു വാർത്ത വന്നാൽ ആരും കേസ് കൊടുക്കുന്നൊരു പരിപാടിയൊന്നുമില്ല. മാധ്യമ സ്ഥാപനത്തിൽ ഒന്നിൽ അവർ വിളിച്ചു പറയും ഞങ്ങൾക്കെതിരെ വാർത്ത അടിസ്ഥാനം നിങ്ങൾ വാർത്ത തിരുത്തിയില്ലേ ഞങ്ങൾ കേസ് കൊടുക്കുമെന്നേ പറയുന്നത്. പക്ഷെ ഇവരാരും കേസ് കൊടുക്കാൻ പത്രങ്ങളാകുമ്പോൾ ചിലപ്പോൾ അവർ ക്ഷമാപണം കൊടുക്കും. ഒരാളും ക്ഷമാപണമായിട്ട് കൊടുക്കുകയില്ല. അവർ കൊടുക്കുന്നത് ഞങ്ങൾ ഇന്നലെ ഇപ്പോൾ കൊടുത്ത വാർത്ത അടിസ്ഥാനരഹിതമാണെന്ന് ഇന്നയാൾ അറിയിച്ചിട്ടുള്ളൂ, അയാൾ പറയുന്നത് ഇത് ഇങ്ങനെയാണ് എന്ന് പറഞ്ഞാൽ അയാളുടെ ഒരു വേർഷൻ നമ്മൾ കൊടുക്കും. ഇലക്ട്രോണിക് മീഡിയ സ്റ്റോറി മാറ്റേണ്ടി വരും. അതെ, ഇലക്ട്രോണിക് അല്ല. ഇതിൻ്റെ ഒരു പ്രധാനപ്പെട്ട വിഷയം എന്താണെന്ന് ചോദിച്ചാൽ ഏതൊക്കെ കേസിന് പോയാൽ നിലനിൽക്കും എന്നുള്ളത് ഇതിനകത്തൊരു ചോദ്യമായിട്ട് വരും. ഇപ്പോൾ സ്വാഭാവികമായിട്ടും നമ്മളിപ്പോൾ ഒരു വാർത്ത കൊടുത്താൽ നമുക്കെതിരെ ഒരാൾ ഒരു വക്കീൽ നോട്ടീസ് അയച്ചാൽ അവർ ഇലക്ട്രോണിക് മീഡിയാസിനെ കൂടെ പ്രതികളാക്കും. അതായത് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളെ കൂടി അവർ പ്രതികളാക്കും. ഇപ്പോൾ ഗൂഗിളിൽ വന്നു, അപ്പം ഗൂഗിളിൽ വരും. ഗൂഗിളിനകത്ത് നമ്മുടെ ഒരു സ്റ്റോറി ഇട്ടാൽ അത് ഗൂഗിളിൽ പോകും, യൂട്യൂബിൽ പോകും, പിന്നെ പോകുന്നത് മെറ്റായുടെ എല്ലാ പ്ലാറ്റ്ഫോമിലും പോകും. എവിടെയൊക്കെയാണ്? ഫേസ്ബുക്ക്, ഇൻസ്റ്റാഗ്രാം, വാട്സപ്പ്, ഇതിലെല്ലാം പോകും. അപ്പോൾ ഇവരെ എല്ലാം പ്രതി ചേർത്തിട്ടായിരിക്കും ഇത് കൊടുക്കുന്നത്. ഇതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട സംഭവം എന്ന് പറഞ്ഞാൽ ഇതിൽ ഒന്നാം എതിർകക്ഷി ചിലപ്പോൾ ഗൂഗിളായിരിക്കും, അതെ, രണ്ടാമത് യൂട്യൂബ് ആയിരിക്കും. അങ്ങനെ പോയിട്ട് അവസാനമായിരിക്കും ഈ നമ്മുടെ സ്ഥാപനവും ഇതാരാണോ ചെയ്ത് അവരുടെയൊക്കെ പേരിൽ ഇത് വരുന്നത്. അപ്പോൾ ഇതിനകത്തൊക്കെ സാങ്കേതിക തടസ്സം വരുന്ന പലപ്പോഴും ഈ മെറ്റ അതുപോലെ ഗൂഗിള് ഇവരുടെ ഒന്നും പ്രതിനിധികൾ ഹാജരാകുകയോ ഇതിനകത്ത് പ്രതികരിക്കാതിരിക്കുകയോ ചെയ്യും. അവരുടെ കയ്യിൽ നിന്ന് ഡേറ്റാസ് വരാതിരിക്കുകയും ചെയ്യും. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഇവിടെ നടക്കുന്നുണ്ട്. കോടതി കൊടുത്താലും കൊടുക്കാതെ ഡിജിറ്റൽ മീഡിയയുടെ വരവോടുകൂടി ഇത് കൂടുതൽ സങ്കീർണമാവുകയാണ് ഇത്തരം കാര്യങ്ങളൊക്കെ തന്നെ. അപ്പോൾ അതിന് ഹൈക്കോടതിയുടെ ഇടപെടൽ ഈ ഒരു കൃത്യമായ ഇതിന് പുതിയ നിയമനിർമ്മാണം വേണം. കാരണം യുഗം മാറി. പ്രിന്റ് മീഡിയ മാത്രം ഉണ്ടായിരുന്ന യുഗത്തിലെ അപകീർത്തി കേസുകളാണ് ഇപ്പോൾ കിടക്കുന്നത്. ആ അപകീർത്തി ഇപ്പം നമ്മളിത് പറയുന്ന മാത്രം ഒരു മൈക്ക് വെച്ച് കെട്ടി 4 തെറി വിളിച്ചാലും അത് അപകീർത്തിയാണ്. അതെ അല്ലേ? ഒരു മൈക്ക് വെച്ച് കെട്ടി നമ്മൾ രാവിലെ ഒരു മൈക്ക് വെച്ച് കെട്ടി ഒരു വണ്ടിയെ കയറിപ്പോയി ഒരു മനുഷ്യരെ അവയ്ക്കാതെ ഇങ്ങനെ അങ്ങ് പറയുകയാണെന്ന് വിചാരിക്കും. അതും അപകീർത്തി കേസിൻ്റെ തന്നെയാണ്. കാരണം നമ്മുടെയൊക്കെ നാട്ടിൽ നമ്മളെ കുട്ടിക്കാലങ്ങളിൽ ഇതുപോലെ പ്രാദേശിക രാഷ്ട്രീയക്കാർ ഏതെങ്കിലും ഒരു വ്യക്തിയുടെ അയാൾക്കെതിരെ ചില സമരങ്ങളൊക്കെ ആയിട്ട് വരും. പ്രത്യേകിച്ച് CPM ആണെന്ന് കൂടുതലും ചെയ്യുന്നത്. അവർ മയക്ക് വെച്ച് കിട്ടി അയാളെ വീടിന് മുന്നിൽ നിന്ന് അയാളെ ചീത്ത വിളിക്കുന്നുണ്ടായിരുന്നു. അയാളെ അച്ഛനെ അപ്പനെയൊക്കെ ചീത്ത വിളിക്കുന്നു. പക്ഷെ അന്നാരും കേസിനും കുസ്തിക്കൊന്നും പോയിട്ടില്ല. ഇന്നിപ്പോൾ അങ്ങനെയല്ല. ഇന്നിപ്പോൾ ഇലക്ട്രോണിക് മീഡിയ കാരണം ഇതാരും റെക്കോർഡ് ചെയ്തെടുത്ത് പരാതി കൊടുത്തു കഴിഞ്ഞാൽ ആൾ കൊടുക്കും. എന്തായാലും മാധ്യമങ്ങളെ സംബന്ധിച്ചിടത്തോളം വളരെ ആശ്വാസപ്രദമായിട്ടുള്ള ഒരു പരാമർശമാണ് ഹൈക്കോടതിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നത്.